ഇല്ല, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ കമ്മിറ്റി എടുത്തു. കമ്മിറ്റി ചെയർമാനെ ഭാരവാഹികളൊക്കെ എടുത്തു. അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ഇതിനകത്ത് തന്നെ ആയിക്കഴിഞ്ഞു. നമുക്ക് ഓഫീസ് ഉദ്ഘാടനങ്ങൾ 24-ാം തീയതി നമുക്ക് ഓണാഘോഷം തുടങ്ങുകയാണ്. എല്ലാ വർഷത്തെ പോലെ ഏറ്റവും മനോഹരമായി തന്നെ നമുക്ക് ഓണാഘോഷം കോഴിക്കോടും സംഘടിപ്പിക്കും. ഇപ്പോൾ ഇന്ന് അതിലേക്ക് വരും, കാര്യത്തിലേക്ക് വരും. വന്ദേമാതരം AICC ആസ്ഥാനത്ത് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് നിലപാട്? AICC ആസ്ഥാനത്തുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട്. എന്തായാലും അത് ബോധപൂർവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞല്ലോ, നമ്മൾ AICC ആസ്ഥാനത്തുണ്ടായ കാര്യങ്ങളിൽ അത് ബോധപൂർവമായ ഒരു വീഴ്ചയാണ് എന്ന് കരുതുന്നില്ല. കേരളത്തിൽ നമുക്ക് എല്ലായിടത്തും നമുക്കറിയാം നമ്മളെടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ തന്നെയാണുള്ളത്. അപ്പോൾ AICCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വിശദീകരണം വന്നതിന് ശേഷം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. അതിനകത്ത് AICCയുടെ വിശദീകരണം വന്നതിന് ശേഷം പിന്നീട് പ്രതികരിക്കാം. ഈ വണ്ട് ഞാൻ ആ വാർത്ത കണ്ടു. എനിക്കതിൽ വല്ലാത്ത പ്രയാസം തോന്നി. മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ട സാമാന്യമായിട്ടുള്ള, ഞാൻ നിങ്ങളെ വല്ലാത്ത രീതിയിൽ പറയല്ല, പക്ഷേ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്ത് കാണിക്കേണ്ട ഒരു മാധ്യമധർമ്മം എന്ന് പറയാമല്ലോ. അത് പറയുമ്പോൾ ദോഷമില്ലല്ലോ. മാധ്യമധർമ്മം കുറച്ച് പാലിക്കണം. ഇന്നലെ KC വേണുഗോപാലിൻ്റെ യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ ഇന്നലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ച്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, 3 മാസക്കാലം കൊണ്ട് ഈ ഗവൺമെൻറ് നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ അത് വിശദമായിട്ട് സൂചിപ്പിച്ചു. നിങ്ങളാരും അതൊരു വാക്ക് പറയാതെ, സ്വാഭാവികമായിട്ടും ഒരു നേതാവ് വരുമ്പോൾ, അതും ഇന്ത്യയിലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിയുടെ താഴെ തലത്തിലുള്ള നേതാക്കൾക്ക് അദ്ദേഹവുമായി ബന്ധമുള്ളതാണ്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുക, അത് വാർത്തയാക്കുക എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇന്നലെ അതേ മുഖ്യമന്ത്രി ഈ കാലവർഷക്കെടുതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. 3 മാസക്കാലമായി ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഗവൺമെൻറ് പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ 25 വർഷക്കാലം കേരളത്തിൽ UDFന് ഭരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അതൊന്നും പറയാതെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു 2 വാക്ക് പറഞ്ഞതിന് നിങ്ങളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം അതിനുള്ളത്? KC മുഖ്യമന്ത്രി പുകഴ്ത്തിയിരുന്നു എന്നുള്ളതാണ് അല്ലേ? KC ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അത് ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അദ്ദേഹം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ലത് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്, തർക്കമില്ല. അപ്പോൾ അത് നിങ്ങൾ ഒന്നും പറയാതെ നിങ്ങൾക്ക് എവിടുന്ന് ഈ വാർത്ത കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ വേദിയിലുണ്ടായ നേതാവ് എന്ന രീതിയിലാണോ KCയെക്കുറിച്ച് മറ്റുള്ളവർ? അല്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികം അദ്ദേഹം വേദിയിലുള്ളപ്പോൾ അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികമല്ലേ? നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇനി ഇന്നതേ പറയാവൂ, ഇത്രേ പറയാവൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ അനുസരിച്ച് പറയാം. അല്ല എന്താ പറയുക? ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും വാർത്തയാക്കിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ.